അപ്പോൾ ചെറിയൊരു ടൈം പാസിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ ചൂണ്ടിടുമ്പോൾ അധികം പനേൻ്റെതായിട്ട് വട്ടേന് എടുത്തിട്ടേന് വടിയാക്കൽ. അപ്പോൾ പണ്ട് കാലത്തൊക്കെ കുറേ ചൂണ്ടെടുത്ത് മീൻ പിടിക്കലുണ്ടായിരുന്നു. ഇപ്പോൾ സമയമല്ല, എന്നാലും ഒരു മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഒരു ടൈം പാസ് ആയിട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇത് ഈ കപ്പേൻ്റെ തണ്ട എടുത്തിട്ട് ഞങ്ങൾ ഇത് മീൻ വലിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല ഇത് ചെയ്യൽ. എന്ന് വെച്ചാൽ ചെറിയ ഉണങ്ങിയ കപ്പേൻ്റെ തണ്ട എടുക്കുകയും ചെയ്യാം. അതാണ് നമ്മൾ പൊങ്ങ് എന്നറിയുമ്പോൾ പൊങ്ങ് എടുത്തിട്ടാണ് നമ്മൾ മീൻ വലിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തവളക്കുട്ടികളെയാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ തവളക്കുട്ടികളാണ് ബ്രാല് കൊത്താൻ ഏറ്റവും നല്ലത്. നമ്മൾ മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിവിടേക്ക് കൈതക്കോരാന്നറിയും. ആ മീനാണ് കൈതക്കോര വന്നടിക്കുക. തവളക്കുട്ടികളാകുമ്പോൾ ബ്രാല് എവിടെ ഉണ്ടെങ്കിലും വന്നിട്ട് കിട്ടും. ഇതൊരു ചെറിയ കുഴിയാണ്. എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ പരിസരത്തുള്ള വയലിലൊരു കുഴിയാണ്. ഇത് കുറേ കൈതക്കോര ഉണ്ട്. ബ്രാല് ഉണ്ടാവുന്നില്ല പ്രതീക്ഷയിലാണ്. അപ്പോൾ അത് ഇട്ട് കളിക്കുന്ന കൈതക്കോരയാണ് ഒക്കെ കുത്തി കളിക്കുന്നത്. അത് ചെറിയ ലേശം വലിയ കുളത്താണ് കൈതക്കോര കിട്ടില്ല. ചെറിയ കുളത്താണെങ്കിൽ കിട്ടും. അത് നമ്മളാ പൊങ്ങ് കണ്ടില്ലേ, പൊങ്ങനെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും കിട്ടുമോ നോക്കുക. ഒരു ബ്രാലിൻ്റെ ചെറിയ കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കുട്ടിയാണ്, വലിയ ഓവർ വലുപ്പമൊന്നുമില്ല. അത് തവളക്കുട്ടി ആയതുകൊണ്ടാണ് ഇപ്പോൾ അത് കിട്ടിയത്. അപ്പോൾ ഇതൊരു ടൈം പാസ് എന്നല്ല എൻ്റെ ചെയ്താണ്. പണ്ടത്തെ ഒരു മീൻ പിടുത്തമൊന്നുമില്ല. ഇതിന് മുമ്പ് ചിലവൊന്നുമില്ലല്ലോ, 10 റുപ്യേൻ്റെ ചിലവുള്ളൂ.